പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞു താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ
ദൈവശക്തിയായി ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണുന്ന കർത്താവെ, പിരിഞ്ഞു താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവെ. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണേ ഈശോയെ. അവർ ജീവിത പങ്കാളി അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തെ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കണില്ല, എന്നാലും കേൾക്കാത്തവരുണ്ടാവും. ഒരു മരിയൻ ഡിവോഷൻ അല്ലെങ്കിൽ മരിയൻ ഡിവോട്ടി, മാതാവിൻ്റെ വത്സല ഭക്തൻ അല്ലെങ്കിൽ ഭക്ത, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്മ നമ്മളെ കൊണ്ടത് ചെയ്യിക്കും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? ഞാൻ ഈ അമ്പലപ്പുഴ പള്ളിയിൽ പണ്ട് വികാരിയായിരുന്ന കാര്യം ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരനുഭവം എന്ന് പറയുന്നത്, അവിടെ അമ്പലപ്പുഴ നമ്മൾക്ക് വീട്ടുകാരൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് പാവത്തുങ്ങൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്നൊരു പ്രോജക്റ്റ് ഈ പീറ്റർ പിതാവിൻ്റെ കാലത്ത് ചെയ്തതാണ്. ഒരു 2 ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ച് അവിടെ 42 വീടുകൾ ചെയ്ത് വീടില്ലാത്തവർക്ക് ഒരു പുനരധിവാസ പദ്ധതി. അപ്പം അന്നിരുന്ന ആൾക്കാർ, ഉപദേശകർ, ഇങ്ങനെ കൺസൾട്ടേറ്റീവ് ബോഡി ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞ് ഇവരുടെ പേരിലിത് കൊടുത്താൽ ഇവർ വിറ്റുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിതാവ് ആരുടെയും പേരിൽ കൊടുത്തില്ല. കാരണം വീടില്ലാത്തത് കൊണ്ട് അവർക്ക് വീട് സ്ഥലവുമായി, പക്ഷെ അവരുടെ പേരിൽ കൊടുത്തില്ല. കാര്യം അവർക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊന്നും കിട്ടണില്ല. കാരണം വീട് സ്ഥലം അവരുടെ പേരിലല്ലല്ലോ. അപ്പോൾ അവിടെ സെപ്റ്റി ടാങ്ക് പോലും നന്നാക്കാനുള്ള വല്ല പ്രോജക്റ്റൊക്കെ വന്നാലും പഞ്ചായത്തിൽ നിന്ന് തള്ളിപ്പോവും. വീട് അവിടെ പേരിലല്ലെന്ന് പറയും. കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ നിയമം എടുത്ത് അവരെ ഒഴിവാക്കണമെന്നാണ് കാണുന്നത്. കാര്യം അവർ പലരും ആ നാട്ടുകാരല്ലല്ലോ, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമാണ്. അപ്പം ഇവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഈ 16 കൊല്ലം ഒരു കീറാമുട്ടി പോലെ കിടക്കേണ്ട സംഭവം. എനിക്ക് തോന്നിയത്, അപ്പം അന്ന് ഈ സാഹിത്യ അക്കാഡമിയിലൊക്കെ പഠിക്കുന്ന കാലമാണ്. ഗവൺമെൻറ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്നിട്ട് അതിൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കേരള സാഹിത്യ അക്കാഡമി പഠിക്കുകയാണ്. അപ്പം അമ്പലപ്പുഴയിൽ നിന്ന് പോയി വരാൻ എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോഴൊക്കെ പള്ളി അടച്ചിട്ടേക്കും മാതാവ് അൾത്താരയിലാണ് ഇരിക്കുന്നത്. അൾത്താരയിൽ നിന്ന് നമുക്ക് നോക്കി കുറേ ദൂരമുണ്ട്. അത് കാരണം ഞാൻ എന്താ വെച്ചാൽ, എനിക്ക് പോകുമ്പോൾ അമ്മയോട് സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പള്ളിയുടെ അകത്ത് തന്നെ, നമ്മൾ ആനവാദിക്ക് തന്നെ പള്ളിയുടെ അകത്ത് തന്നെ ഒരു ടേബിൾ ഇട്ടിട്ട് മാതാവിന് രൂപം കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് അകത്തറിയുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഷ, അതിൻ്റെ ഭക്തിയുടെ ദൈവസ്നേഹത്തിൻ്റെ ഭാഷയെല്ലാം ദൈവം വളരെ റെവറൻസോടെയാണ് എടുക്കുന്നത് ശരിക്കും. എന്നുവെച്ചാൽ മാതാവിനെ ഞാൻ കാണുന്നു, ഞാൻ രാത്രിയാണത് വരുന്നുണ്ടെങ്കിൽ രാത്രി അമ്മയടുത്ത് വന്ന് നിൽക്കുന്നു, അന്നത്തെ കാര്യം പറയുന്നു.
നന്ദി പറയുന്നു, പോയി കിടന്നുറങ്ങുന്നു. രാവിലെ എവിടെയെങ്കിലും അത് രാവിലെ വർക്കുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ മാതാവിൻ്റെ അടുത്ത് പോയി. ഒരു ദിവസം ഞാൻ കൊടിമരത്തിന്മേൽ ഇങ്ങനെ ഇരുന്ന് കൊന്തേരിയപ്പോൾ മാതാവിൻ്റെ പള്ളിയുടെ വാക്കിലാണ് കൊടിമരം. കൊടിമരത്തിന് മാതാവിനെ നോക്കിക്കൊണ്ട് അവിടെ അത് മതാവതിരിപ്പുണ്ടല്ലോ, ജെല്ലം തുറന്ന് കിടക്കുകയാണ്. കൊന്തയില്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ കോളനിക്കാരുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സക്കറിയ 10:1 വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. പതിനൊരു കാലവശം സമാധാനം ഉണ്ടാകുന്ന കേസ് അല്ലത്. പക്ഷെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാരണം, ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്തത് ഞാൻ ആ കൊടിമരത്തിൽ നിന്ന് ഒരു കൊന്ത ചൊല്ലി ഒരു 4 രഹസ്യം കഴിയുമ്പോൾ അവസാനത്തെ 10 രഹസ്യമുണ്ട്. 10 എന്ന് പറഞ്ഞ പറയില്ല, 5-ാം രഹസ്യം. 5-ാം രഹസ്യത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിലിഴഞ്ഞ് ചെല്ലും. ഞാനങ്ങനെ എത്ര കാലം ഇഴഞ്ഞ് ചെന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. കുറേ നാളൊക്കെ ഇഴഞ്ഞ് ചെല്ലിട്ട് 2 കൊല്ലമെങ്കിലും അങ്ങനെ ഇഴഞ്ഞ് ചെന്ന് കാണും. 2ാമത്തെ കൊല്ലം ഒരു ദിവസം ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു ആധാരം എഴുത്തുകാരൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് ശിവൻ പിതാവ് പറഞ്ഞ്, ഇത് ഉണ്ണിയാണ്, ഇയാൾക്ക് ആ ജനങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ എന്ന സ്ഥലം അവർ വിട്ടുകൊണ്ട് പോകാത്ത രീതിയിൽ ക്ലോസ് വെച്ച് എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ പിതാവ് ഞാനും കൂടി ഇയാളെ കൊണ്ട് അത് പറയിപ്പിച്ച് നോക്കി. അയാൾ എഫിഷ്യൻ്റ് ആധാരം എഴുത്തുകാരനാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവർക്ക് വിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ പേരില്ല, സ്ഥലവും വീടും അവരുടെ പേരില്ല. അവർ പണം മുടക്കി അവരുടെ പേരിലാക്കുകയാണ്. അവർക്ക് വിൽക്കാൻ പറ്റില്ല. അത് നല്ല ക്ലോസാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നില്ലേ, ഈ എല്ലാത്തിനും പോംവഴികളുണ്ട്. ശരിക്കും എല്ലാത്തിനും പോംവഴികളുണ്ട്. ഒരു വിതിൻ 2 ആഴ്ച കൊണ്ട് ആ പറമ്പുകളെല്ലാം അവരുടെ പേരിലാക്കി കൊടുത്തു. 2 ആഴ്ച കൊണ്ട്. അതായത് വഴി, ഞാൻ അതിന് മനസ്സിലാക്കിയത്, വഴിയില്ലാത്ത ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേത് സീരിയസ് ആണ് ഈ വിഷയത്തിലെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ ഒരു ചുമ്മാ ഈ ഒരു കാട്ടിക്കൂട്ടി ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള തൊട്ടുകൂട്ടി പ്രാർത്ഥനകളില്ലേ, ഈ തൊട്ടുകൂട്ടി പ്രാർത്ഥനകളൊന്നും നമ്മുടെ യഥാർത്ഥ അതൊന്നും രജിസ്റ്റർ പോലും ആകത്തില്ല ദൈവത്തിൻ്റെ മനസ്സിൽ. ദൈവത്തെ മനസ്സിൽ രജിസ്റ്റർ ആകത്തില്ല ശരിക്കും. ഇന്ന് തന്നെ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറയണത്, ഇന്നലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ എന്താണ് പറയണമെന്ന് അവർക്ക് സാക്ഷ്യം പറയണേ. ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രകാരം ചെയ്യുന്ന കാര്യങ്ങളിലും അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇപ്പോൾ സാധാരണ പ്രാർത്ഥനക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അംഗീകരിക്കാൻ വേണ്ടി മാത്രം സത്യസന്ധവും അർപ്പണ മനോഭാവം ഉണ്ടാകണം. എന്നാൽ പിന്നെ ഏത് ഊരാക്കുടുക്കാണെങ്കിലും മാതാവ് അഴിച്ച് കയ്യിൽ തരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെയും എൻ്റെ കുടുംബത്തെയും സാക്ഷികളാക്കിയതിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് രമ്യ. ഞാനിവിടെ അടുത്ത് തന്നെയാണ്, കോമളപുരത്ത് നിന്നാണ് വരുന്നത്. അമ്മയുടെ ഞാൻ പ്രാർത്ഥിച്ചതിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ മക്കൾ. ഇത് ഇഷീൻ, ഇത് ഇനയ, ഇതെൻ്റെ ഹസ്ബൻഡ്, ഇത് അമ്മ.
എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മക്കൾ. അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഇവിടെ വന്ന് മാതാവിനോട് അപേക്ഷിച്ചതാണ് എൻ്റെ ഈ മക്കൾ. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വരികയും മാതാവിനോട് എനിക്ക് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ കല്യാണം 2021 മെയ് 9 ആയിരുന്നു. 2 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ അകത്ത് എനിക്ക് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മാതാവ് 2 പൊന്നോമനകളെ തന്ന് അനുഗ്രഹിച്ചു. ഇരട്ടക്കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും. മാതാവിനെ ഞാൻ ഓരോ ഇതും പറയുമ്പോൾ ഓരോ കോളത്തിലും ഞാൻ പല രീതിയിൽ മക്കളെ തരയണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് മാതാവ് അത് തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഒരുപാട് ഇവിടെ വന്ന് ആ തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുമായിരുന്നു. മാതാവിനോട് ഞാൻ എന്നും പറയും, മാതാവേ എനിക്ക് ഇങ്ങനെ പ്രഗ്നൻ്റ് ആകണം. അത് ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഞാൻ ഇവിടുന്ന് പോകാൻ നേരത്തെ മാതാവിൻ്റെ ഒരു പേപ്പറിലും എഴുതി മാതാവിൻ്റെ കാൽ കീഴിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു 2024 ഡിസംബർ 31 തീരുന്നതിന് മുമ്പായി തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് അറിയാൻ സാധിക്കണമെന്ന്. ഞാൻ അതുപോലെ തന്നെ നവംബർ 12 2024 ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. എന്ന് ഞാൻ മാതാവിനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, എല്ലാവരും കാണുന്നു മാതാവിനെ, എനിക്കും മാതാവിനെ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ സാധിക്കണമെന്ന്. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കും മാതാവ് വരുന്നുണ്ടോ എന്നുള്ളത്. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ തന്നെ മെഴുകുതിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും മാതാവിനെ ഞാൻ കാണുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതേ ദിവസം തന്നെ ഞാൻ വൈകുന്നേരം പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയുമായിരുന്നു. അതുപോലെ ഞാൻ ഒരു 5-8 ദിവസം കഴിഞ്ഞ് ഞാൻ ചെക്കപ്പിന് ചെന്നു. അവർ സ്കാൻ ചെയ്തു, പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മാതാവിനോട് വന്ന് നന്ദി പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അത് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മാതാവ് മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടു. അന്ന് എനിക്ക് ചെറിയൊരു ഡിസ്ചാർജ് പോലെ വരികയും ഞാൻ ഹോസ്പിറ്റലിൽ പോകുകയും ചെയ്തു. അന്ന് ചെന്ന് സ്കാനം ചെയ്ത് അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അന്നാണ് ഞാൻ അറിയുന്നത് എനിക്കൊരു കുഞ്ഞല്ല എന്നുള്ളത്. ഞാൻ അന്നാണ് അറിയുന്നത്. അങ്ങനെ ഞാൻ പിന്നെ പ്രഗ്നൻസിയിലൂടെ കടന്നുപോയി. എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. പിന്നീട് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അടുത്ത കുഞ്ഞും ഉണ്ടെന്നറിഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് വന്ന് ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ ഒരു കുഞ്ഞിനെയാണ് ആവശ്യപ്പെട്ടത്, പക്ഷേ മാതാവ് എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. ഏറ്റവും വലിയ ഒരു കാര്യം അതായിരുന്നു. എനിക്കത് പറയണം, അത് നടന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുമെന്ന് ഞാനിവിടെ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് കിട്ടിയത് എനിക്കിവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ മെയിനായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ബ്ലെസ്സിങ്സ് മേടിക്കണമെന്നും ഇതിവിടെ പറയണമെന്നും ഞാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ പ്രഗ്നൻസിയിലൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിച്ചു. ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ. 9 മാസം കടന്നു പോകുന്നതും എനിക്ക് വലിയ ഇതൊന്നും മാതാവ് അറിയിച്ചു തന്നില്ല. ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം എനിക്ക് ഒന്നും ആ ഒരു വേദനകളോ മറ്റുള്ളതോ ഒരു ഇതും ഞാൻ അറിഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഒരു ദിവസം ഇതുപോലെ തന്നെ എൻ്റെ ഇച്ചുകുട്ടൻ പോയി ഒരു ദിവസം കട്ടിലിൽ നിന്ന് മേളിൽ നിന്ന് താഴത്ത് വീണ്. അന്ന് ഒരുപാട് ഞങ്ങൾ പേടിച്ച് കരയൊക്കെ ചെയ്തു. പക്ഷേ അവൻ ചിരിച്ചുകൊണ്ടാണ് അവിടുന്ന് എഴുന്നേറ്റ് വന്നത്. അവനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഓർത്തു മാതാവ് താങ്ങി പിടിച്ചതായിരിക്കും, അല്ലെ മാതാവ് വാങ്ങിച്ചതായിരിക്കുമെന്ന് ഞാൻ ഓർത്തു.
അവന് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അവന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവൻ ശരിക്കും കരയ പോലും ചെയ്തില്ല. അവൻ അത്രയും മേളിൽ നിന്നാണ് താഴത്ത് വീണത്. പക്ഷെ അവന് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ പോകുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലിയുടെ തടസ്സം ഉണ്ടാകുകയും വാട്ടർ അതോറിറ്റിയിൽ പ്രശ്നം ഉണ്ടാകുകയും ചെയ്തപ്പം ഞാൻ മാതാവിനോട് ഒരു ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ അതും നീക്കി ഞങ്ങളെ അനുഗ്രഹിച്ചു തന്നു. അതുപോലെ എൻ്റെ പ്രഗ്നൻസിയിൽ എന്നെ ഡെലിവറി കഴിഞ്ഞ് ഇറക്കിയപ്പോൾ എൻ്റെ ബ്രസ്റ്റിലൊരു ചെറിയ പിമ്പിൾ പോലെ ഉണ്ടായിരുന്നു. അത് പഴുത്തങ്ങ് നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ ഫീഡ് ചെയ്യാനൊന്നും സമ്മതിച്ചില്ല. പൊട്ടി കൊച്ചിൻ്റെ അകത്ത് പോകുമോ, അവർക്ക് പേടിയായിരുന്നു. പിന്നെ സർജനൊക്കെ വന്ന് നോക്കി, കുഴപ്പമൊന്നും ഇല്ല, ഫീഡ് ചെയ്യിപ്പിക്കേണ്ട, ഇപ്പോഴത്തെ വശം കൊണ്ട് ഫീഡ് ചെയ്യിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഞാനിനി കാണരുതേ, മക്കൾക്ക് യാതൊരുവിധ പ്രശ്നം അതുകൊണ്ടുണ്ടാകരുതേ, എനിക്ക് അത് മാറ്റി തരണേ എന്നുള്ളത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം കുളിക്കാൻ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആ പിമ്പിൾ അവിടെ ഇല്ല. പൂർണ്ണമായും അത് മാതാവ് മാറ്റി തന്നു. അതിൻ്റെ ഒരു പാട് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാനത് ഉടമ്പടിയിലൊന്നും വെച്ചിട്ടില്ല. ഞാൻ ആ കട്ടിലേയിരുന്ന് പ്രാർത്ഥിച്ച ഒരു നിയോഗമാണ് ഇത്. മാതാവിനോട് ഒരുപാട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു അതിര് പ്രശ്നം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അത് ഒരു കോംപ്രമൈസും ആകാതെ വഴക്കിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ, വഴക്കിട്ട് പിരിയുക, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ അതിര് പ്രശ്നം മാറ്റി അവിടെ മതിൽ കെട്ടി അടക്കണമെന്ന് ഞാൻ ഒരു നിയോഗമായി വെച്ചിരുന്നു. അതും മാതാവ് അനുഗ്രഹിച്ചു. എല്ലാം മാറ്റി അത് എല്ലാം മതിൽ കെട്ടി അടച്ച് ആർക്കും ഒരു പ്രശ്നമില്ലാതെ വഴക്കില്ലാതെയൊക്കെ മാറ്റി തരികയാണ് ഉണ്ടായത്. കാരുണ്യപ്രവർത്തി ചെയ്തെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പഠനോപകരണങ്ങളും മറ്റു കാര്യങ്ങളും അതും ഇതുമൊക്കെ നൽകി. പിന്നെ ഞാൻ പ്രഗ്നൻസിയുടെ ഇടയിലായതുകൊണ്ട് സാമ്പത്തിക സഹായം അങ്ങനെയാണ് നൽകിയത്. അപ്പം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് വേറെ പോയി പിന്നെ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. പിള്ളേരുടെ നാൾ വരുമ്പോൾ ഒരു അനാഥാലയത്തിൽ പോയി അവർക്ക് ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ച് അതിൻ്റെ പൈസ മാറ്റി വെച്ചു. അങ്ങനെയുള്ള പ്രവർത്തനമാണ് ചെയ്തത്. പിന്നെ ഇപ്പോഴാണെങ്കിലും മക്കൾക്ക് പനിയോ കാര്യങ്ങളോ വന്നാൽ ഞാൻ ആ എണ്ണ ഉപയോഗിച്ച് കുരിശ് വരയ്ക്കുകയും തേൻ കൊടുക്കുകയും ഉപ്പിടുകയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ മാതാവിനെ ഞാൻ ഒരുപാട് നന്ദി പറയണു. അമ്മ മാതാവിനും തിരുകുമാരനും പറഞ്ഞാലും തീരാത്ത നന്ദിയാണ്. ഞാൻ ഒരാവശ്യമായിട്ടാണ് ശരിക്കും ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് ഒരാളെ ചോദിച്ചപ്പോൾ രണ്ടാളെ തന്ന മാതാവിന് ഒരുപാട് കോടാനുകോടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സങ്കീർത്തനം 139:16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് രമ്യ കോമളപുരം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മകള് എൽത്താരക്ക് മുമ്പിൽ കടന്നു വരികയും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗമായ കുഞ്ഞുങ്ങളെ ലഭിക്കുക എന്ന സന്തോഷമാണ് ഈ മകള് ഇവിടെ നമുക്ക് മുമ്പിൽ പങ്കുവെച്ചത്. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇരട്ട കുട്ടികളെയാണ് ഈ അമ്മ മാതാവ് ഈ മകൾക്ക് നൽകി അനുഗ്രഹിച്ചത്. അതോടൊപ്പം തന്നെ പ്രഗ്നൻസി സമയത്താണെങ്കിലും നേർച്ച വസ്തുക്കളുടെ ഉപയോഗങ്ങളാണെങ്കിലും ഈ മകളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആശ്വാസമാണ് ഉണ്ടായത്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയുടെ തൊഴിൽ സ്ഥലത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും മാറ്റുകയും കുറേ നാളുകൾ കൊണ്ട് നടന്നിരുന്ന അതിര് തർക്കങ്ങളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള തൻ്റെ ഉടമ്പടി ജീവിതം തന്നെയാണ്. ഈ ഉടമ്പടി ജീവിതത്തിൽ കൂടുതലായിട്ട് നന്മയിൽ ജീവിക്കുവാനും അതുപോലെ തന്നെ സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെയാണെങ്കിലും ചില സമയങ്ങളുടെ അടയാളത്തിലൂടെയാണെങ്കിലും ഈ മകൾക്ക് പരിശുദ്ധ അമ്മയെ കാണുവാനും സന്ദർശിക്കാനുമൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. ഈ മകളോട് ചേർന്ന് അമ്മയോട് നന്ദി പറയാം. ഒപ്പം
ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും ഇവരെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ സാക്ഷി ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായി മാറ്റാൻ നമ്മളെയും ഒരുക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.